നോക്കി വരുന്നേ ഉള്ളൂ, എല്ലാം ഒന്ന് നോക്കണം. മമ്മി പ്രത്യേകം പറഞ്ഞല്ലേ നമ്മുടെ പാത്രം ഒന്നും കളയരുതെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുമോ? എല്ലാം അടുക്കി പറക്കി ഇപ്പൊ കുറച്ചായിട്ട് തോന്നണേ അമ്മയ്ക്ക്. അതെയോ? ഞാനെല്ലാം ഒന്ന് വിശദമാക്കി ഒന്ന് നോക്കണം. നമുക്ക് ഒത്തിരി മിസ് ചെയ്തായിരുന്നു എന്റെ പൊന്നിനെ. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മ തിരിച്ചു വന്നിരിക്കുകയാണ്. മാസം തന്നെ ആയില്ല, എന്നാലും ആയി 17 ദിവസത്തോളം ആയി. ഇന്ന് നേരം എടുത്തപ്പോ മമ്മി നമ്മുടെ കൂടെ ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രയൊക്കെ സുഖമൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത്തെ നമുക്ക് ഫുഡ് ശരിയാകുന്നില്ലായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നമുക്ക് ഭയങ്കര പാടാ. മടുത്തു പോയോ? മടുത്തുപോയി. എന്നെ മിസ് ചെയ്തോ? വീഡിയോ ഓഫ് ചെയ്ത് വെക്കട്ടെ, എന്നിട്ട് അമ്മ പറയാം മിസ് ചെയ്തോ. കൊച്ചിനെ മിസ് ചെയ്തോ, എന്നെ മിസ് ചെയ്തോ മമ്മിക്ക്? കേട്ടോ സീരിയസ്ലി മമ്മി അവിടെ പോയിട്ട് മെലിയണതൊക്കെ പോയിട്ട് ഇമാതിരി മെലിഞ്ഞു പോകുന്ന ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് മെലിഞ്ഞോ? ഞാനാ മൊത്തത്തിലൊന്നും ആടിപ്പോയി അല്ലേ? എനിക്ക് ജീവനില്ലാത്തോടെ എനിക്കും തോന്നുന്നുണ്ട്. മമ്മീനെ അമ്മായിയമ്മ എന്ന് പറഞ്ഞു കുറെ പേര് പിന്നെ എന്നെ പഞ്ഞിക്കിട്ടെ. അമ്മായിമ്മന്ന് പറയണ്ട, എല്ലാവർക്കും മനസ്സിലായി ഞാൻ അമ്മായിയമ്മയാണ്. അതല്ല അമ്മ, പുതിയ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞ് നമ്മളെ അമ്മയെ മോളെ ഇപ്പൊ എന്റെ കൂടെ വർക്കിന് വരുന്ന എന്റെ ഫ്രണ്ട് വരെ ചോദിച്ചു. അവള് വിചാരിച്ചോണ്ടിരുന്നത് ഇതെന്റെ സ്വന്തം വീടാണ്, ഇതെന്റെ സ്വന്തം അമ്മയാണ്, അങ്ങനെ അവള് വിചാരിച്ചോണ്ടിരുന്നേ. ഒരു മാസത്തോളം കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞപ്പോഴേ അതിന്റെ അമ്മായിയമ്മയായിരുന്നു. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ മാറാനായിട്ട് ഞാൻ കൂടുതലും വീഡിയോസിൽ അത് ഹെഡിങ് ആയിട്ടേ കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർ നീ എന്ത് സാധനമാണ് അങ്ങനെയാണെങ്കിൽ അത് പോട്ടെ. പിന്നെ മമ്മി വേറെ എന്താ വിശേഷങ്ങൾ പറ. വിശേഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊടിയ ചൂട്, പിന്നെ കൊടിയ തണുപ്പ്. തണുപ്പ് ഇഷ്ടമാണോ മമ്മിക്ക്? എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു കാര്യം പറയില്ല. ഈ മഞ്ഞേട്ട ഇങ്ങനെ പൊഴിയണ കാണുമ്പോ തന്നെ ഒരു മരവിപ്പ അല്ലേ? സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു, കുളിക്കാറൊന്നും ഇല്ലായിരുന്നു ഞാന്. ഇവിടെ കുളിക്കാറില്ല. അങ്ങനെ പറയല്ലേ, ഇവിടെ ഞാൻ കുളിക്കാതെ ഇവിടെ മമ്മി വന്നിട്ട് ഞാൻ വിചാരിച്ചു മമ്മി അവിടെ ചേട്ടാടുത്ത് മമ്മിക്ക് ഒരു പണിയും ചെയ്യണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു മമ്മി ഇവിടെ വന്നിട്ട് മമ്മി ഇനി പഴയ പോലെയൊക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത്. പക്ഷെ മമ്മി ഉണ്ടല്ലോ വന്ന പാടെ ഓടിപ്പിടിച്ച് കൊണ്ടാക്കണം, ഓടിപ്പിടിച്ച് തുണി അലക്കണം. എനിക്കറിയത്തില്ല, ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും മമ്മി ഫുൾ നിരത്തി കഴിഞ്ഞു. എനിക്കറിയത്തില്ല, ഇതെന്താ അത്ഭുതം, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ മമ്മി. അങ്ങനെ കൊച്ചിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് വട്ടക്കൊണ്ട വെള്ളം കോരി. തലമുറയുടെ വ്യത്യാസം. ഞാൻ അവളെ എടുത്തിട്ട് ഒരാളെ അമ്മമ്മ തിരിച്ചു വന്നതാ. ഇന്നലെ മമ്മിയെ കണ്ടതാട്ടോ. അപ്പൊ മമ്മിയെ കണ്ടതേ അവള് എന്നെ ചാടിപ്പോയി. കൊച്ചിന് മനസ്സിലായി കേട്ടോ, ഞാനപ്പോ എന്നെ മറന്നുപോയി കാണാതിരിക്കും നമ്മുടെ പൊന്നുഞ്ഞ് അമ്മയുടെ ചക്കി. മമ്മി വീഡിയോ ഇവിടെ എത്തിപ്പിടിച്ച് അവിടുന്ന് എവിടുന്നാന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുമോ? എന്റെ കുഞ്ഞ് അമ്മ മറന്നുപോയെന്ന് അമ്മ ഓർത്ത കേട്ടോ. എന്റെ പൊന്നെ മറന്നിട്ടൊന്നുമില്ല, എന്നെ കണ്ടതേ ചിരിച്ചോണ്ട് ചാടി പോണു. നമ്മുടെ ചക്കര മുത്ത കേട്ടാ. അമ്മക്ക് ഒത്തിരി മിസ് ചെയ്തായിരുന്നു എന്റെ പൊന്നിനെ. അപ്പൊ എന്നെ മിസ് ചെയ്തില്ല കേട്ടോ ഗൈസ്. ആ മമ്മി പോവാൻ നേരത്തെ ഞാൻ ചോദിച്ചേ മമ്മി എന്നെ മിസ് ചെയ്യോ? എന്നെയൊന്നും എനിക്ക് മിസ് ചെയ്യുന്നില്ല, എനിക്ക് എന്റെ കൊച്ചിനെ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇല്ലേ മമ്മി പറഞ്ഞില്ലേ? ഇല്ല പറഞ്ഞോ മമ്മി? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെയില്ല, എനിക്ക് കൊച്ചിനെ ഓർത്തിട്ടാണ്. അത് പിന്നെ അങ്ങനെയല്ലേ, നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ജീവനല്ലേ നമ്മുടെ കുഞ്ഞ്. ഉച്ചവിടോ ചക്കര മുത്താട്ടെ അമ്മയുടെ പൊന്ന്. അപ്പൊ ഞാൻ കെട്ടിയോട് പറഞ്ഞു, ഞാൻ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ പോണ കാര്യം പറഞ്ഞപ്പോ കെട്ടിയോൻ പറയാണേ കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ല. അതങ്ങനെ കൊച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന്റെ കാര്യമാണ് നമുക്ക് ഇമ്പോർട്ടൻസ്, കൊച്ചിനാണ്. എന്നാണ് ഈ മമ്മി വരുന്ന പ്രമാണിച്ച് ഞാൻ ഇവിടെ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. വർക്ക് ഏരിയ ഒക്കെ ഒന്ന് പെയിന്റ് അടിച്ചു, പിന്നെ 2 ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മേടിച്ചു. കണ്ടായിരുന്നു. ചെടിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അത് കുറച്ചുകൂടി പൊടിയും പിടിച്ച് അങ്ങനെ അത് പിന്നെ വേസ്റ്റ് ആവും. മമ്മി വന്നു ഉടഞ്ഞതേ വാഴക്കൊല ഇവിടെ റെഡി ആയിട്ടോ. റെഡിയായി നോക്കാം. ഞാനത് വെട്ടി വെപ്പിച്ചിരുന്നാണ്, പക്ഷെ ഇങ്ങനെ തൂക്കിയില്ല. പക്ഷെ മമ്മി വന്ന് അതൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുക്കളയിൽ ഇൻഡോർ പ്ലാന്റ് വെക്കുന്നതിന് ഒരു മമ്മി വെക്കുന്ന വാഴക്കൊലയാണ് കേട്ടോ ഗൈസ്. ഇനി ഇത് നോക്കിയത് ഇതെന്നാ മമ്മി? ഇത് ഇവിടെ ഈ നിരന്ന് പക്ഷെ കൊറേ മാങ്ങ പിടിച്ചു കേട്ടോ. ഒത്തിരി മാങ്ങ പൊഴിഞ്ഞ് ചാടിപ്പോയി മമ്മി. എടി പെണ്ണെ, ഇവിടെ 5 മിനിറ്റ് പോലും ഉറങ്ങിയില്ലോ മമ്മി.
ഇതാണ് ഇവളെയും കൊണ്ടുള്ള മേളം. എന്നിട്ട് ഇങ്ങനെ ഉറങ്ങാൻ എന്നെ ഇങ്ങനെ മേത്ത് കയറിയിരിക്കും. പിന്നെ എങ്ങനെയാ അയ്യോ ഇങ്ങനെ എടുത്തോണ്ട് നടന്ന് വളർത്താൻ പറ്റുമോ? പഠിക്കണ്ടേ കേട്ടോ. ഓക്കെ എപ്പോഴും ഇങ്ങനെ മേത്ത് കയറിയിരിക്കണം. ഒരു നേരം അവള് നിലത്തിരിക്കത്തില്ല. പെണ്ണെ നുള്ളിപ്പച്ചട്ടെ. എന്നെ പൊന്നിന് എന്നാടി. ഓ അമ്മ കാണുക അമ്മയുടെ ഉടുപ്പ്. മമ്മി അവക്ക് എന്തൊക്കെയോ കൊറേ സാധനങ്ങളായിട്ടാണല്ലോ മമ്മി വന്നേ. കൊച്ചിന് തലേ കുത്താൻ ക്ലിപ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ മുടിയില്ല. അയ്യോ നല്ല കല്ലിന്റെ ക്ലിപ്പ് ഉണ്ട്. ഞാനും മേടിച്ചിട്ടുണ്ട് മമ്മി അങ്ങനെ കുറച്ച് സാധനം. ഇവക്ക് ഉടുപ്പൊക്കെ അമ്മ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനിക്ക് കല്ലി പെഞ്ഞ അവള് നോക്കണുണ്ടോ? മമ്മി എന്തോ എന്താ മമ്മി വരുന്ന പ്രമാണിച്ച് മമ്മി സ്ഥിരം ചക്ക വെട്ടുന്ന സ്ഥലമല്ലേ ഇത്? ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കട്ടെ. ആ ഒരു വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്ന റൂമൊക്കെ ഞാൻ പെയിന്റ് അടിച്ചിട്ട്. ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഓർക്കത് ഈ പട്ടിയുടെ തീറ്റ വെക്കണതും അരിപ്പാത്രവും കോഴിയുടെ തീറ്റപ്പാത്രവും ഒക്കെ ഇവിടെ നമുക്ക് മാറ്റുവാണെങ്കിൽ കുറെ കൂടെ ഭംഗിയായിരുന്നു. അത് ശരിയാ. പക്ഷെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ മമ്മി? അത് എന്നാലും നമ്മുടെ ഒരു സ്റ്റോറേജ് ഏരിയയും കൂടെ അല്ലേ ഇത്? അതെ പട്ടിയുടെ കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ ചാടുമ്പോൾ. പക്ഷെ ഞാൻ മേടിച്ചു വെച്ച പെയിന്റ് ഒരു കോട്ട അടിക്കാനേ പറ്റുള്ളൂ. അതെയോ? എന്നാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഇത്രയും മതിയെന്നേ. ഇവിടെ ഇത്രയൊക്കെ മതി. വാഷിംഗ് മെഷീൻ അങ്ങോട്ട് നോക്കി ഒന്ന് കണ്ടേ. ആ റൂമും നമ്മള് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടേ. അത് നന്നായിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യും. നമ്മുടെ കുറെ പാത്രമൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു. ഞാൻ നോക്കി വരുന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് നോക്കാം. മമ്മി പ്രത്യേകം പറഞ്ഞല്ലേ നമ്മുടെ പാത്രം ഒന്നും കളയരുതെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുമോ മമ്മി? എല്ലാം അടുക്കി പറക്കി ഇപ്പൊ കുറച്ചായിട്ട് തോന്നണേ മമ്മിക്ക്. അതെയോ? ഞാനെല്ലാം ഒന്ന് വിശദമാക്കി ഒന്ന് നോക്കാം.